നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. അങ്ങനെ കാടിനുള്ളിലുള്ള ആ ക്ഷേത്രവും അതിൻ്റെ കാഴ്ചകളും നിങ്ങൾ കാണേണ്ടതാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കൂടാതെ മുഴുവനായിട്ടും ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. അപ്പം മറക്കാതെ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുഴുവനായിട്ട് കാണണം, കണ്ടേ പറ്റും നിങ്ങൾ. ഓക്കെ, പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ്. കാടിനുള്ളിൽ, കാടിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരിക. കണ്ട, എൻ്റെ പിറകിൽ കണ്ട പെരുങ്കാടാണ്. പെരുങ്കാട് എന്ന് പറയുമ്പോൾ പെരുങ്കാട് വള്ളികളാൽ ചുറ്റപ്പെട്ട കാട്. അപ്പോൾ ഈ വഴികളിലേക്കൂടിയാണ് നമുക്ക് പോകേണ്ടത്. കണ്ടോ, അങ്ങനെ ഞാൻ ഇത് അമ്പലത്തിലേക്കുള്ള വഴിയാണ്. എൻ്റെ മക്കളെ ചുറ്റും കാടാണ് കേട്ടോ. നല്ല ചക്ക ഉണ്ട്, അങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് കാടാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ഭീകരമായ അന്തരീക്ഷം അല്ലേ. കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ക്ഷേത്ര കുളത്തിലേക്കുള്ള വഴിയാണ്. അങ്ങ് താഴെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് കുളമാണ്, അത് നമുക്ക് പോകാം. ഇപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്, എന്താണെന്നറിയില്ല. നാഗത്തിൻ്റെ എന്തോന്നു പ്രധാനമായിട്ട്. കണ്ട, എങ്ങനെ അമ്പലം. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ എന്താ സ്റ്റെപ്പ് ഇതെല്ലാം അടുത്ത കാലത്ത് നിർമ്മിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടം നോക്കിയാൽ ചെറിയൊരു ഇടവഴി അങ്ങനെ അമ്പലത്തിലേക്ക് കയറാനാണ്. ചുറ്റും കാടാണ്, വള്ളികളായി നിറഞ്ഞിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇത്. നാഗങ്ങളുടെ എല്ലാം ആയിരിക്കും. എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാമല്ലോ. അവിടെ മുമ്പിൽ അടച്ചിട്ടാണ് ഉള്ളത്. അതിൻ്റെ ആ ഗേറ്റ് നമ്മൾ ഓരോ പടി വെക്കുന്നതിനനുസരിച്ചിട്ട് അത്ഭുതങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. പെരുങ്കാട് ആണ്. ഈ ഒരു അന്തരീക്ഷം വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ വരുന്ന കൂട്ടർ ഭക്തജനങ്ങളൊന്നും ഇവിടെ പ്ലാസ്റ്റിക് കാരണം കണ്ട, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് കണ്ട. ഇതെല്ലാം എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഇടാൻ തോന്നുന്നതാണ്. വളരെ മോശം. അപ്പോൾ ഇതെല്ലാം പരിരക്ഷിക്കേണ്ട കടമ നമ്മളെ ഓരോരുത്തർക്കുമാണ് ഉത്തരവാദിത്വം. നമ്മൾ പരിപാലിക്കുക. ക്ഷേത്രങ്ങളും ക്ഷേത്രവിശ്വാസങ്ങളും ആചാരങ്ങളും അതേപടി പാലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നടന്നിട്ട് ഇവിടെ എത്തി. ക്ഷേത്ര തിരുമുറ്റത്ത് ചെരുപ്പ് ധരിച്ച് പ്രവേശിക്കരുത് ബോർഡുണ്ട്. കണ്ട, ഇവിടെ ഈ സാധനം കണ്ട, വല്ലമില്ലേ പണ്ട് വീടുകളിൽ കാണാം വല്ലം. ചപ്പടിച്ച് വാരി കൂട്ടാനും അതിനല്ല. അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ പടി കയറിയിട്ട് ഇതാ അമ്പലത്തിൻ്റെ തിരുമുറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറിയിപ്പ്: ക്ഷേത്രമുറ്റത്ത് നിന്ന് വീഡിയോ, ക്യാമറ എന്നിവ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി രേഖാമൂലം വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ദയവേത് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല, ക്ഷേത്രമുറ്റത്തൊന്നും നമ്മൾ എടുക്കുന്നില്ല. അത് പാലിച്ചിട്ട് നമ്മളിത് ഇവിടുന്ന് പുറത്തുനിന്നാണ് ജസ്റ്റ് എടുത്തത്. നട തുറക്കുന്നില്ല. ഇവിടെ ആൾക്കാരെ ആരും കാണുന്നില്ല, വരുമായിരിക്കും. കണ്ട, ഈ ഒരു ഭംഗിയാണ്ട, ഇതിൻ്റെ ഒരു കാടിൻ്റെ ഒരു ഭംഗി അതാണ്. അപ്പം നമ്മൾ നോക്കട്ടെ ഇവിടെ ആരെങ്കിലും വരുമോന്ന്. വൈകുന്നേരമായി, 5 മണി കഴിഞ്ഞ്, 5:30 ആകുമ്പം വരണ്ടേ ആരെങ്കിലും. വിളക്കെത്തിക്കണ്ടല്ലേ സന്ധ്യാസമയത്ത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ ആരൂഢം എന്ന് പറഞ്ഞാൽ ശിവവാറി സങ്കല്പമാണ്. ശിവനും പാർവതിയും വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു പൂങ്കാവനങ്ങൾ കാണുകയും അവർ വനത്തിൽ ഇറങ്ങിയിട്ട് പുലിവേഷധാരികളായിട്ട് വനത്തിൽ ക്രീഡ ചെയ്തിട്ട് ഉണ്ടാകുന്ന കുട്ടികൾ, ആ പുലിമക്കൾ എന്ന് പറയും. പുലിമക്കൾ പുലിമക്കൾ ഐവർ അവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദേവന്മാർ. അവരാണ് അവർക്കാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ക്ഷേത്രം അവരെ വരില്ല, പുലിദേവ ക്ഷേത്രം എന്നല്ല പറയുന്നത്. അങ്ങനെ അവരവർക്ക് സ്ഥാനം കൊടുത്തു. പിന്നീടത് അവർ ക്രമേണ അത് പുലി മുത്തപ്പനും പുലി മുത്താച്ചി എന്ന് പറഞ്ഞാൽ അതും ശിവാർവ തന്നെയാണ്. കല്ലിൽ പടിഞ്ഞ് തേര് കാണിട്ട് അവരിടത്തേക്ക് എഴുന്നള്ളി അവർക്ക് സ്ഥാനം കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ ഇവിടെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിദേവികളാണല്ലോ. അവർക്ക് വനദേവതകളൊക്കെ മറ്റുള്ള നിത്യവിളക്കൊന്നും ഇവിടെ പാടില്ല, അങ്ങനെ വെക്കാനൊന്നും പാടില്ല. ഈ വിളക്ക് അതിൻ്റെ ആരുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കല്ലിൽ പടിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ആസ്ഥാനം അവിടെയാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനികന്മാരായിട്ടുള്ളത്
അവിടെയായിരുന്നു. അവർക്ക് അവിടെ കല്ലിൽ പടിഞ്ഞിട്ടെന്ന് പറയും. കല്ലിൽ പടിഞ്ഞിട്ടില്ല അവർക്ക് സ്ഥാനമുള്ളത്. അവർക്ക് അവിടെ പിന്നെ സ്ഥാനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അപ്പോൾ അവർ എല്ലാം എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിൻ്റെതായ ആരുടെ സ്ഥാനം കല്ലിൽ പടിഞ്ഞിട്ടാണ്. പിന്നെ ഈ ദേവി ദേവന്മാർ എഴുന്നള്ളിയല്ലോ, അതിന് ശേഷം നമുക്ക് സ്ഥാനം കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടുത്തെ ഒരു കാരണവരുണ്ട്, ഉരുവെക്കുന്ന കാരണവർ, കർഷകനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ. ഐതിഹ്യമാണ് ഇതൊക്കെ. അപ്പോൾ അവർ പിന്നെ കാലികൾക്ക് വേണ്ടി, കർഷകനാണ്, കാലികൾക്ക് വേണ്ടിയിട്ട് പേട്ട വഴി ഇങ്ങനെ പോകുന്ന അവസരത്തിലൊരു അശരീരി താങ്കൾ പോകുന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് നല്ല പശുക്കളെയൊക്കെ കിട്ടും, വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന്. അങ്ങനെ പശുക്കളെയെല്ലാം നല്ല കാളയിലായിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ സന്തോഷപൂർവ്വം വരുമ്പോൾ ഈ അശരീരി കെട്ടിടയ്ക്ക് മറന്നുപോയി. കാള വരേണ്ട 4 ഭാഗത്ത് ഓടുക. അപ്പോൾ കാരണം പറഞ്ഞു, ഓ ഞാൻ അശരീരി കേട്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥാനം തന്നേക്കാം, എൻ്റെ കുടപ്പുറത്ത് വന്നു. അങ്ങനെ ഒരു കുടപ്പുറത്ത് എഴുന്നള്ളിയിട്ട് ഇവിടെ കുളത്തഞ്ചാല് എന്ന സ്ഥലത്തൂടെ ഒരു ആൽമരത്തുമേൽ കുടിയേറി. അപ്പോൾ അവർ എന്നിട്ട് ഇവിടുത്തെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് കാരണമോട് ചോക്കാണ്ട് കൊടുക്കാൻ പറ്റില്ല, തരുന്നതാണ്. അങ്ങനെ നാട് മുഴുവൻ കൊങ്ങിണിത്തരുമെന്ന് പറയുക. നാട് മുഴുവൻ വസൂരിമാല വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ആ ദേവിയുടെ സ്ഥാനം കൊടുത്തത് മേലെയാണ്. ഇതിൻ്റെ മേലെ നിർമ്മാണത്തിന് പുള്ളിക്കരിങ്കാളി എന്ന് പറയും, പുള്ളിക്കരിങ്കാളി എന്ന് പറയും. വലിയ ശക്തിയുള്ള ദേവിയാണ്. പുള്ളിക്കരിങ്കാളി കൊടുത്തു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ ആകർഷകരായിട്ട് ഈ മൂലേരി ഗണപതിയാർ എന്നൊരു മൂലേരി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഗണപതിയാർ ഇവിടത്തേക്ക് ആകർഷിച്ച് ഇവിടത്തേക്ക് വന്നു. കാരണം അവർക്ക് ചോദിച്ചു, ഇവിടെ എനിക്ക് സ്ഥാനം തരണം, എനിക്കൂടെ സ്ഥാനം വേണമെന്ന്. മൂളിയാർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് അല്ലല്ല, മൂലേരിയാണ്. കാസർഗോഡ് മൂളിയാർ ശരി. ഇത് മൂലേരി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് കണ്ണൂറാണ്. അവിടെ ഒരു സ്ഥാനമുണ്ട്, ക്ഷേത്രമുണ്ട്. ആടത്ത് ഗണപതിയാറാണ് ഇവിടത്തേക്ക് ആശയം കൊടുത്തില്ല. കൊടുക്കാതെ അവസരത്തിൽ ഈ മുണ്ടൻചേര ഒളിച്ച് ആകെ ബഹളമായി ഇടവരെല്ലാം നാശമായതിനു ശേഷം പിന്നെ അവർക്കും സ്ഥാനം കൊടുത്തു. അവരിങ്ങി താഴെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 5 ദൈവങ്ങൾക്ക് ആദ്യം കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് തുടക്കം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവർ ഈ പുലിയും പുലിപറ്റ മക്കളും ഈ ഭക്ഷണം വേണമല്ലോ, അവർക്ക് ഭക്ഷണം കാട് മുഴുവൻ അരിച്ചവർക്ക് ഭക്ഷണം കിട്ടാനില്ല. അങ്ങനെ ഈ പുലി മക്കൾ പിന്നെ കാട്ടിന് വെളിയിലുള്ള നാടുവാഴിയുടെ ആകെ പശുക്കളുണ്ട്. കുറേ പശുക്കളെ തിന്നു കഴിഞ്ഞ് പുലികൾ. അപ്പം നേരം വെളുത്ത് നോക്കുമ്പം പിന്നെ പശുക്കൾ തിന്ന് കാണുന്നത്. അപ്പോൾ പിന്നെ നാടുവഴി പറഞ്ഞു, ഇത് പുലികൾ തിന്നായിരിക്കും, കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ പിന്നെ കാരണം ഉത്തരവിടും. പിന്നെ കാര്യസ്ഥൻ നേരെ പടനായകനാണ്, അവരെ പടനായകന ഒരു പല്ലക്കുമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട്, പുലികളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് വരുന്നു. വനത്തിലേക്ക് വന്ന് വലിയ മരത്തിന് മേൽ പറം കെട്ടി ഈ അമ്പും വില്ലുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കാണിക്കും, അത് തെയ്യത്തില്ലെല്ലാം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൊണ്ട് കാണിക്കും, പാറ്റലുണ്ട് അതേതാ. അങ്ങനെ പിന്നെ കാത്തു നിൽക്കുമ്പോൾ ഇവർ തുള്ളിച്ചേട് വരെ തിന്നിട്ട് ആ സന്തോഷപൂർവ്വം ഓടി വരല. അപ്പോൾ അവിടെ ഈ പിന്നെ ഈ പുലിമക്കളിൽ പിന്നെ കാളപ്പുലി എന്നുണ്ട്, അവർ പറഞ്ഞേക്കാനാണ്. ആ കാളപ്പുലിയൻ ഈ കരിന്തിർനായര കൊന്നുകളിയത്. കൊന്നു കഴിഞ്ഞാൽ അവിടെ ഇട്ട് പുലി മടയുണ്ടല്ലോ, പുലി മടയുണ്ടൊക്കെ തന്നെയാണ് കൊന്നിട്ടത്. അങ്ങനെ കാര്യസ്ഥൻ ഈ പടനായകൻ കരിന്തിർനായർ തിരിച്ചെത്താതിൻ്റെ പേരിൽ പിന്നെ നാട് വഴി വേറൊരു പല്ലക്കിൽ വനത്തിൽ വന്ന് കാണുന്നത് എല്ലും തോലും കരിന്തിർനായർ കൊന്നിട്ട്. അപ്പോൾ വൃത്തിയില്ല. അപ്പോൾ അയാൾ കൊന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾ തിരിച്ചു പോകാൻ വേണ്ടി നമുക്ക് പല്ലക്ക് ചലിക്കുന്നില്ല, ഇയാളെ പല്ലക്ക് ചലിക്കുന്നില്ല. ഇയാൾ പറഞ്ഞു, കാര്യക്കാരനോട് പറഞ്ഞു, ഞാൻ പിന്നെ എനിക്ക് അബദ്ധം പറ്റി പോയതാണ്, കൊണ്ട് എന്നെ മുട്ടി തരണം, നിങ്ങൾക്ക് സാധനം തന്നേക്കാം, എന്നെ നിരുപാധി മുട്ടി തരണം എന്ന് പറഞ്ഞപ്പോൾ പക്ഷി പോലെ പറന്നു എന്നാണ് പറഞ്ഞേക്കാം പിന്നെ പല്ലക്ക്. അങ്ങനെ നാട് വഴി വന്നു. അങ്ങനെ അവർ ഈ പിന്നെ ഇവർക്ക് സാധനം വേണമല്ലോ, കാരണവർക്ക് ഇത് പിന്നെ പുലികൾക്ക് സാധനം കൊടുക്കണമല്ലോ. നാട് ഏടുന്ന് കൊടുക്കുന്നില്ല, പുലികൾ കൊടുക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മൂലേരി പോയി അവസാനം ആടൊന്നും കൊടുത്തില്ല. അവസാനം ഒടുവിൽ ഇവർ വീണ്ടും പിന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, കാവുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അമ്പലമായിട്ട് അമ്പലത്തിന് മുമ്പിലാണ് കാവുങ്കൽ. ആടെയുള്ള കാരണം കൊണ്ട് വെച്ചപ്പോൾ നിങ്ങൾക്ക് സ്ഥലം തരാം. അവരെന്ന് ക്ഷേത്രം എടുക്കാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ കൊണ്ടിട്ട് ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ആ മരങ്ങളൊക്കെ ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ അവർക്ക് ക്ഷേത്രം പണിതു എന്നാണ് പറയപ്പെടുന്നത്. അതാണ് എൻ്റെ പുലികളെ. ഏകദേശം എത്ര കൊല്ലങ്ങളായിരിക്കും ഇത്? 1800 വർഷം ഉണ്ടാവും, ഉള്ളതാണ്. ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റി, ഞാനിപ്പം നമ്മളിത് കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ 1979
നവംബർ 1 കമ്മിറ്റി രൂപീകരിക്കുന്നത്, കമ്മിറ്റി രജിസ്റ്റർ ചെയ്യുന്നത്. അതുവരെ കാരണം പറയാൻ കഴിക്കല്, ഈ 3 വഴി കാരണം പറയാൻ കഴിക്കല്. ഞാനൊരു തറയക്കാരനവരാണ്. ഞാനാണ് എൻ്റെ സെക്രട്ടറി അന്നത്തെ 79-ൽ. 29 എന്ന് പറയുമ്പോഴത്തേക്ക് 40 വർഷമായില്ലേ. അപ്പോൾ അന്നേ സെക്രട്ടറി ആയ. പിന്നെ അങ്ങനെ ആദ്യം ഈ രണ്ട് ക്ഷേത്രമുണ്ട്. ഇത് ഓലപ്പരിയായിരുന്നു, ഒരു പൊളിഞ്ഞു പോകാൻ ഓലപ്പരിയാണ്. അപ്പോൾ ഇത് പൊളിഞ്ഞു നശിച്ചു പോലും വെച്ചിട്ട് നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ കാരണന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ നമ്മൾ കമ്മിറ്റി രൂപീകരിച്ച് ചെയ്യുക. അത് നമ്മൾ സമ്മതം അങ്ങനെ നമ്മളങ്ങനെ കമ്മിറ്റി ആക്കി. അതിനുശേഷം എന്താണ് ഈ ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഇതെല്ലാം എടുപ്പും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ ഈ നടപ്പാത ഉണ്ട്, നിങ്ങൾ കുളവ് നടപ്പാതയും 25 ലക്ഷം രൂപ അതൊരാളെ വകയാണ്. കോവിലും കല്യാണത്തിന് ലക്ഷം വകയാണ് ഇത് പരിപാടി. അവിടെ ഗോപുരം കണ്ടിട്ടില്ല, അവരെ വകയാണ്. പിന്നെ ഞാൻ ബ്രോക്കണ ഞാൻ പറഞ്ഞത്, എൻ്റെ പിള്ളേൻ്റെ ഓർമ്മ കിട്ടുന്നില്ല, മെമ്മറി പവറില്ല പറഞ്ഞു പോകണം. ഗണപതി ആറ് പറഞ്ഞു കഴിഞ്ഞു. ശരി. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന്റെ ഈ സമയത്ത് ഉണ്ടാവുന്നുള്ള 28, 29, 30, 31 തീയതികളിലായിട്ട് ഉത്സവം നടത്താറ്. അതായത് ഏതാ എക്സാക്ട് ഡേറ്റ് ഫെബ്രുവരി 11, 12, 14 തീയതികളിൽ ഉണ്ടാവുക. തെയ്യം ഉണ്ടാവും അല്ലേ? പിന്നെ എല്ലാം ഉണ്ടാവുമല്ലോ. ഈ പുലികളും എല്ലാം വലിയ രസമുള്ള തെയ്യങ്ങളാണ്. നഗലായിട്ട് മാത്രം പയ്യും പയ്യെല്ലാം ചെയ്യും, ഇതൊക്കെ രസമുള്ള തെയ്യ. പിന്നെ ഈ കളപ്പലിയും കരുതിരെന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെയാണ്. അത് ആ രാത്രി സമയത്ത് രാത്രി തെയ്യം ചെയ്യുക കളപ്പലും കഴിഞ്ഞാൽ പിന്നെ വെള്ളിക്കണലായിട്ടുള്ളതാണ്. അപ്പോൾ എംബ്രാൻ എൻ്റെ ആ പണ്ടത്തെ കഥേൻ്റെ എംബ്രാങ്ങന്ന് ഇങ്ങനെ ഇപ്പം അന്തമായിട്ട് ഇങ്ങനെ വെമ്പം വലിയമായിട്ട് ഇങ്ങനെ വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതിന് ഇങ്ങനെ എയ്യുമ്പോൾ ഇത് പിടിക്കാൻ നോക്കൂ അവർ കളപ്പല്. അവസാനം പറഞ്ഞാൽ എംബ്രാൻ്റെ പിടിച്ചിട്ടിട്ട് അതിങ്ങനെ എയ്യും. ഇത് ചെയ്തിട്ട് ഒരു കാരണക്കാണ്. അത് കഴിഞ്ഞ് കുറേ ചെറുപ്പക്കാർ പിന്നെ ഈ പയറ്റുണ്ട്, പടിപ്പേറ്റാണ്. അത് ഈ പിന്നെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 50 ആളുണ്ടാവും. ക്ഷേത്രം കംപ്ലീറ്റ് വലം വെച്ച് ചെയ്യും. അതാണ് കളപ്പൻ. പ്രധാനപ്പെട്ട ദൈവങ്ങൾ. ഇവിടുത്തെ പ്രധാന ദൈവം കല്ലിങ്ങൽ പൂക്കലാണ്, പൊന്മകൻ എന്ന് പറയും. അത് ഈ പുലിമത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എഴുന്നില്ലേ, അതിൽ പൊന്മകൻ എന്ന് പറഞ്ഞത് ഒരു കല്ലിങ്ങൽ പൂക്കൽ. അത് പൂവാരാധനക്ക് വേണ്ടിയിട്ട് അവനെ സൃഷ്ടിച്ചതാണ്. കണ്ണിൽ നിന്ന് രൂപപ്പെട്ടെന്നാ പറയുന്നത്, കഥയല്ലേ. ആ പൊന്മകനാണ് പൂവാരാധനക്ക് വേണ്ടിയിട്ട് ആ ദേവനെടുത്ത് പ്രധാന ദൈവം. അത് ഈ ഭാഗത്താണ്, ഈ ക്ഷേത്രത്തിലാണ്. അതിന് മറുഭാഗത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ചെറുക്കെന്ന് പറയും, ഗുളികൻ സംരക്ഷകനാണ്, ക്ഷേത്രത്തിൽ സംരക്ഷകനാണ് ഗുളികൻ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഈ ഉത്സവം തെയ്യം കഴിഞ്ഞിട്ടാകുമ്പോൾ പറഞ്ഞാൽ ഇത് പിന്നെ കല്ലിങ്ങൽ പൂക്കുരവൻ നാട് തണ്ടും 24 hours, ഏതായാലും 24 hours അല്ല, വൈകുന്നേരം 4 മണിക്ക് ക്ഷേത്രത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് കുറച്ചൊക്കെ 4 മണിക്ക് ഇവിടെ എത്തും. പല നാട്ടുകളിലും വീടുകളിലും പണ്ടത്തെ കാരണവന്മാരെടുക്കലും കാണാൻ വേണ്ടി പോയി തിരിച്ചു വരും. അപ്പോൾ ആ തേക്ഷ ഇവിടെ നിന്ന് ഇങ്ങനെ അവർക്ക് വരദാനം കൊടുക്കും. അപ്പോൾ ആർക്കെങ്കിലും അന്യക്കുറുണ്ടോ വരദാനം വെച്ചാൽ അവരിത് കൊടുക്കും, വരം കൊടുക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാധിക്കും. വേറൊന്നുമില്ല കാര്യം. ഇതന്നെ പ്രധാനപ്പെട്ട ഇതാണ്. ഞാനൊരു സ്മരണീയ ഉണ്ടായിരുന്നു നമ്മൾ കുറേ കൊല്ലം മുമ്പാണ്. അത് പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്കായി പോയി, തീർന്നില്ല, കയ്യിലില്ല, സ്റ്റോക്കില്ല. അതേപോലെ ബ്ലസ്സിക്കെ വന്നപ്പോൾ അവർ കൊടുത്തു, കൈതപ്പുറം വന്നപ്പോൾ അവരെല്ലാം കൊടുത്തു. കൈതപ്പുറത്തിൻ്റെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഭയങ്കര ആളായിരുന്നു. ഈ പാനക്ക ലക്ഷണം കണ്ട, നിങ്ങൾ ബോർഡ് കണ്ട, അയാളതിൻ്റെ ആള് ഈ നടപ്പാക്കിയായിരുന്നു. കൈതപ്പുറം നാമം ഉദ്ഘാടനം ചെയ്തത്. ഞാൻ സമർപ്പണം എന്ന് വെച്ചത് KK മാരാണ്. എന്തെങ്കിലും മേഖലെന്തോ കടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവികമായിട്ട് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ കിഴക്കേ നടയിൽ വരാൻ പാടുള്ളൂ. പടഞ്ഞേറുന്ന എപ്പം അടക്കണം എന്ന് പറയുന്നത്. അതങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ചിലപ്പോൾ ഒരു കാര്യങ്ങളിലുണ്ട് ഇതിലേക്കാണ് തിരിച്ചു പോകുക. പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ മാത്രം പടഞ്ഞ തുറക്കുക. അങ്ങനെയാണ് എൻ്റെ ഐതിഹ്യം. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ നിഷ്കർഷിക്കുന്നില്ല. കാരണം പല ആളുകൾ പലർക്കും ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അവർക്ക് പറയുക ബോർഡ് വെക്കുക എന്നല്ലാണ്ട് അങ്ങനെ ഒരു കർശനമായതും കഴിയില്ല. കാരണം നിങ്ങൾ അപാകതകൾ പരിഹരിക്കലുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സ്വർണ്ണം പ്രശ്നം നടത്തി ഒരുപാട് അപാകതകളുണ്ടായിരുന്നു. ഈ നാഗത്തിൽ ഇറങ്ങാൻ പാടില്ല, നാഗത്തറയിൽ ഇറങ്ങാൻ പാടില്ല. കാണിച്ചിട്ടുണ്ട് നാഗത്തറ പണി കാണിച്ചാ. അവിടെ നാഗത്തറയാണ് അല്ലല്ല, ഇതല്ല. നാഗരാജാവ് നാഗന് രണ്ടും ഉണ്ട് ഇവിടെ. പാമ്പുമേൻ കെട്ടില്ലത്ത് സീരമ്മ ഇപ്പോൾ അന്ന് പ്രതിഷ്ഠ നടത്തിയാണ്. അതും വലിയ കഥയാ. പിന്നെ പ്രതിഷ്ഠക്ക് നടത്തിച്ച് പോയെന്ന് ഇപ്പോൾ ഇയാൾ സീരമ്മ അപ്പോൾ ഈ പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം എന്നോട് ഇവിടെ ഞെടി ഇരിക്കുന്നു സംശയം. നിങ്ങൾ അങ്ങോട്ടൊന്നും പോയി 100 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ പാമ്പുകളിലുള്ളവും പിന്നെന്ന് പറയും. അതുകൊണ്ട് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം നിങ്ങൾ നോക്കണം പറഞ്ഞു പ്രതിഷ്ഠ നടത്തി. അത് ഉണ്ടിനകത്ത് പിന്നെ അത് അപ്പോൾ അതിന് ശക്തി ഉണ്ടെന്ന് കാണിക്കുന്നതാണ് അത്. അത് പിന്നെ പാമ്പിനെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ഈ നാഗ പ്രതിഷ്ഠാനത്തിന് കംപ്ലീറ്റ് ചൊറഞ്ഞിന്
കാണുമ്പോൾ ചേരനെ പോലെ ഉണ്ട്. ആ. നമുക്കിപ്പോൾ എന്നാ പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ഒരു പാമ്പിനെ കണ്ടിട്ടില്ല, വേറെ പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പാമ്പന്നെ ബോധികളുണ്ട്, പലരും കണ്ടിന് പേടിച്ചിരുന്നാലും പറഞ്ഞത് ഞാൻ ഇത് കണ്ടിട്ടില്ല. ഞാൻ കാണുമ്പോണ്ടപ്പോൾ കാണാണ്ടിരിക്കട്ടെ, അത് വലിയ വിഷമമുള്ള കാര്യമാണ്. ഇവിടെ 100 പാലും കൊടുക്കൽ പിന്നെ കൊല്ലത്തൊരു ദിവസം കൂടെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ആളുണ്ടാവും. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, ക്ഷേത്ര കമ്മിറ്റിയാണ് ഇപ്പം രജിസ്റ്റർ ചെയ്ത കമ്മിറ്റി. ഇതാ നാഗരാജാവ്, ഇത് ഭയങ്കര അവർക്ക് തുള്ളം പോലത്തെയാണ് കരിയും കേട്ടാ. പൂജ ഉണ്ടാവുക അതേ സമയത്ത് ഉണ്ടാവും. പിന്നെ കർക്കിടം തുലാപ്പത്തിന് തുലാപ്പത്തിനെ ഉണ്ടാവുള്ളൂ പൂജ. പൂജ ഉണ്ടാവും, തുലാപ്പത്തിന് പൂജ ഉണ്ടാവും. അതല്ലേ അന്ന് നാഗത്തിൽ കൊടുക്കുന്നതിന് 150 രൂപേൻ്റെ 150 രൂപയാണ് പോകും എൻ്റെ റെസീറ്റിന്. അത് റെസീറ്റ് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോയി തന്ത്രി തന്നെ പ്രസാദം തരും. ഇവിടുന്നെല്ലാം കഴിഞ്ഞിട്ട് കാവിന് മുമ്പിൽ വെച്ച് എല്ലാ പ്രസാദം കൊടുക്കും. പ്രസാദം പറഞ്ഞാൽ കുടിയാന്ന് പറയുന്നത്, അങ്ങനെയുള്ള അപ്പം അത് വൈകുന്നേരം ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് നന്നാണ് തെയ്യത്തിനെ കെട്ടുക. തെയ്യത്തിനെ കെട്ടുന്നത് നിങ്ങൾ കാണാൻ നല്ല ഇടയായി. ഞാനിന്ന് വരാൻ ഉദ്ദേശിച്ചല്ല, എൻ്റെ മക്കളെ നമുക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ. ആയിക്കോട്ടെ. അത് ഈ ബോർഡ് കീഴിലിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ബോർഡ് സ്ഥാപിക്കണമെന്ന്, ഫോൺ നമ്പർ വെക്കാണ്ട് പലരും വിളിക്കലുണ്ട്. ഇവിടെ വരുന്നോട്ട് വിളിക്കൂ. അതെ, ഇവര് നല്ല ബോർഡ് വെക്കണോ കേട്ടോ. ബോർഡ് നല്ല വന്നു ചെയ്തു. ഇത് കൗണ്ടറാണ്, കമ്മിറ്റി ഓഫീസാണ്. ഇതാണ് ഇരുവേരി പുലിദേവ ക്ഷേത്രം കേട്ടോ. അവർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. വിലയിരുത്താനല്ല, നിങ്ങൾ അവിടെ സന്ദർശിക്കുക. ദിവസം അവിടെ സന്ധ്യാവിളക്ക് കത്തിക്കാനൊന്നുമില്ല. ഉത്സവങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ അദ്ദേഹം, ഫെബ്രുവരി മാസത്തിലാണ് മകരം. അപ്പം അത്രയും ഇതായിട്ടൊരു നൊസ്റ്റാൾജിയ തരുന്നൊരു ക്ഷേത്രമാണിത്. ഇവിടെ വരാൻ ശ്രമിക്കുക എന്നല്ല, വരിക. ഇപ്പോൾ ഇവിടെ നിത്യപൂജ കാര്യങ്ങളൊന്നുമില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി. അതിൻ്റെ കാഴ്ചകളും വീഡിയോകളും നിങ്ങൾ മുഴുവനായിട്ട് കാണുക, ക്ഷമയോടുകൂടി നിങ്ങൾ കാണുക. ഈ അമ്പലത്തിൻ്റെ ചരിത്രം ഏതാണ്ട് 1800 വർഷങ്ങൾക്ക് മുന്നേ, 2000 അടുപ്പിച്ചിട്ട് വർഷങ്ങൾ മുന്നേ ഉള്ള ഈ ക്ഷേത്രമാണ്. അതിപുരാതനമായ ക്ഷേത്രമാണ്. കാടുകളാൽ ചുറ്റപ്പെട്ട പല ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം തന്നെ പേരും കാടാണ് ചുറ്റും. ആ കാലഘട്ടം എന്നാ പറയണ്ടേ, കാട് എന്ന് പറഞ്ഞാൽ വള്ളികൾ, പാമ്പിൻ്റെ അതേ ഇതാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. ഓക്കെ.